It's such a joy to be in the presence of the living God. കർത്താവിന്റെ സാന്നിധ്യത്തിലായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷത്തിന് കാരണമാണ്. The Lord was inspiring me to speak something from the letter written by Apostle Paul to Philemon. ഫിലമോൻ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനത്തിൽ നിന്ന് നിങ്ങളോട് ചില ദൂതുകൾ അറിയിപ്പാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് എൻ്റെ ഉള്ളിൽ പ്രേരണ നൽകിയിരിക്കുകയാണ്. We know that it's a very small letter, a very small book consisting of only one chapter. നമുക്കറിയാം പുതിയ നിയമത്തിൽ വളരെ ലഘുവായ ലേഖനമാണ്, ഒരു അധ്യായം മാത്രമുള്ള ഒരു ലേഖനമാണ് ഫിലമോന്റെ ലേഖനം. But if you have ever observed, if you try reading this letter that Paul has written, it consists of the Christian, very deep Christian principles. നമ്മൾ ഈ ലേഖനം വായിക്കുവാൻ ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ആഴമായ ക്രിസ്തീയ തത്വങ്ങളും മൂല്യങ്ങളും അടങ്ങിയിരിക്കുന്ന അർത്ഥസമ്പുഷ്ടമായൊരു ലേഖനമാണ് ഫിലമോന്റെ ലേഖനം. You would have the desire to read it again and again, though it is a very small letter. ഒരു ലഘുലേഖനമാണെങ്കിൽ പോലും അത് വായിക്കുവാനും പഠിക്കുവാനും നമുക്ക് വീണ്ടും വീണ്ടും പ്രേരണയുണ്ടാകും. ഒരു തവണ വായിച്ചാൽ മതി. So I would encourage you to read this letter as much as time possible. Whenever you find time, it will hardly take less than 5 minutes only it will take to read it once. ഫിലമോന്റെ ലേഖനം ഒരു തവണ വായിക്കുവാൻ 5 മിനിറ്റ് പോലും വേണ്ട. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, വീണ്ടും വീണ്ടും ഈ ലേഖനം വായിപ്പാൻ നിങ്ങൾ അവസരം കണ്ടെത്തുക. And every time you would read, I am sure that the Holy Spirit will bring some new thing about Christian relationship and Christian life. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചും ക്രിസ്തീയ ബന്ധങ്ങളെക്കുറിച്ചുമുള്ള പുതിയ ദൂതുകൾ കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ ഓരോ തവണയും വായിക്കുമ്പോൾ പ്രകാശിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. As we already know that this is a letter written by Apostle Paul to one of his converts, Philemon. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശുശ്രൂഷയിൽ കർത്താവിൽ ആയിത്തീർന്ന തൻ്റെ ഒരു വിശ്വാസിയായ ഫിലമോൻ എഴുതുന്ന ഒരു കത്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. Rather, it's an appeal made by Apostle Paul to Philemon. ഇത് ഫിലമോനോടുള്ള ഒരു അഭ്യർത്ഥനയാണ്. Philemon was a wealthy slave owner. ഫിലമോൻ ഒരു ധനാഢ്യനായ അടിമകളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. And as we read this letter, we understand that Onesimus was a slave at Philemon's house. ഈ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. മുൻപൊരിക്കൽ ഒനേസിമോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഫിലമോന്റെ അടിമയായിരുന്നു. And Onesimus, he did something wrong to Philemon. Maybe he stole something and then he ran away from Philemon's house. നമുക്കറിയാം ഒനേസിമോസ് എന്തോ മോഷ്ടിച്ച് നാട് വിട്ടോടുന്നതായി നമ്മൾ കാണുന്നു. And in the process, this man Onesimus, he comes in contact with the Apostle Paul. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒനേസിമോസ് അപ്പോസ്തലനായ പൗലോസുമായി കണ്ടുമുട്ടുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷം അവിടെ സംജാതമാകുകയാണ്. And that encounter that Onesimus had with Apostle Paul actually transformed Onesimus, and Paul led him to Christ. ഈ സ്വന്തം യജമാനെ വിട്ടോടിയ ഒനേസിമോസിന്റെ പൗലോസുമായിട്ടുള്ള അഭിമുഖം തന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. Now, in this background, Paul is writing this letter to Philemon to accept or to receive back Onesimus once again. ഈ പശ്ചാത്തലത്തിലാണ് ഫിലമോന് കത്തെഴുതിക്കൊണ്ട് പൗലോസ് അഭ്യർത്ഥിക്കുന്നത് ഈ വിട്ടോടിയ ഒനേസിമോസിനെ, നാട് വിട്ടുപോയ ഒനേസിമോസിനെ വീണ്ടും കൈക്കൊള്ളുവാൻ അഭ്യർത്ഥിക്കുകയാണ്. So this is the background of this letter. ഈ ലേഖനത്തിന്റെ പശ്ചാത്തലമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. Paul wants to see Onesimus fully restored. പൗലോസ് ആഗ്രഹിക്കുന്നത് ഒനേസിമോസ് പൂർണ്ണമായി യഥാസ്ഥാപനപ്പെടണം. Paul wants Philemon to forgive him. പൗലോസ് ആഗ്രഹിക്കുന്നത് ഫിലമോൻ ഈ ഒനേസിമോസിനെ, ഈ തെറ്റുകാരനായ തെറ്റ് ചെയ്ത അടിമയെ ക്ഷമിക്കണമെന്നാണ്. And to receive him back. തന്നെ വീണ്ടും കൈക്കൊള്ളണമെന്നാണ് ആഗ്രഹിക്കുന്നത്. So in this background, Paul is writing this appeal to Philemon. ഈ പശ്ചാത്തലത്തിലാണ് ഈ അഭ്യർത്ഥന ഫിലമോന്റെ ലേഖനമായി പൗലോസ് ഫിലമോന് വേണ്ടി എഴുതുന്നത്. So from this letter, I would like to draw certain Christian principles and would like to encourage
you as well as me to follow these principles. ക്രിസ്തീയ ജീവിതത്തിലെ ചില മൂല്യങ്ങൾ, അടിസ്ഥാന തത്വങ്ങൾ ഈ ലേഖനത്തെ ആസ്പദമാക്കിക്കൊണ്ട് നിങ്ങളുടെ മുൻപാകെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും ഉപകാരമായി തീരും. What we find it very difficult to follow Christian principles because it is in contrast or it is opposite to what the world teaches us. ക്രിസ്തീയ മൂല്യങ്ങൾ, ക്രിസ്തീയ തത്വങ്ങളെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ നമുക്ക് പലപ്പോഴും പാടാകുന്നത്, പ്രയാസമാകുന്നത് ലോകത്തിന്റെ മൂല്യങ്ങളോട് ഘടകവിരുദ്ധമാണ് ക്രിസ്തീയ മൂല്യങ്ങൾ. When we listen to messages or when we listen to the good teachings of the word of God, we receive it immediately, but when it comes to practical or personal application, we find it very difficult to put it into practice. പ്രസംഗപീഠത്തിൽ നിന്നും മുഴങ്ങി കേൾക്കുന്ന ദൈവവചനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ സന്തോഷത്തോടെ കൈക്കൊള്ളും. പക്ഷെ പ്രായോഗികമായ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ, ലോകത്തിന്റെ മൂല്യങ്ങളുമായി അതൊരു പോരാട്ടത്തിലാകുമ്പോൾ നമുക്കത് പ്രായോഗികമാക്കാൻ കഴിയാതെ പോകുന്നു. The ultimate purpose of any scripture is practical application. എല്ലാ ദൈവവചനത്തിന്റെയും ആത്യന്തിക ലക്ഷ്യം പ്രായോഗികമായി ജീവിതത്തിൽ അതിനെ അനുവർത്ഥമാക്കുന്നത്. So if we are not able to bring it into practice, many a times we miss the very spirit of that scripture or the word that we hear. നമ്മൾ പഠിക്കുന്ന ദൈവവചനങ്ങൾ അത് നമുക്ക് പ്രയോജനമല്ലാതായി പോകുകയാണ്, ഇത് നമ്മൾ പ്രായോഗികമാക്കാൻ കഴിയാതെ പോകുമ്പോൾ. So that's why even in very small portions or little by little we must try to put the scriptures into practical application. അതുകൊണ്ട് ഞാൻ ദൈവമക്കളോട് അഭ്യർത്ഥിക്കട്ടെ, അല്പമായെങ്കിലും നമ്മൾ ഓരോ ചുവടുവെപ്പ് എന്ന നിലയിൽ ഈ വചനങ്ങളെ പ്രായോഗികമാക്കുവാൻ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വെളിപ്പെടണം. Here Paul begins this letter like this. പൗലോസ് ഈ ലേഖനം എങ്ങനെയാണ് ആരംഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. How he addresses Philemon. പൗലോസിനെ എങ്ങനെയാണ് താൻ അഭിസംബോധന ചെയ്യുന്നത്? To Philemon, our beloved friend and fellow laborer. പൗലോസ് ഫിലമോനെ വിളിക്കുന്നത് എൻ്റെ പ്രിയ സ്നേഹിതനും എൻ്റെ കൂട്ടുപ്രവർത്തകനും എന്ന നിലയിലാണ്. Dear brothers and sisters, ദൈവദാസീദാസന്മാരെ, the way we address others, നമ്മൾ മറ്റുള്ളവരെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? the way we talk with others, നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? our body language, നമ്മുടെ ആ ശരീരഭാഷ, all these things are very, very important. ഇതെല്ലാം വളരെ പ്രസക്തമാണ്. The other day in my status I put a writing like this. എൻ്റെ വാട്സ്ആപ്പ് സ്റ്റേറ്റസിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക ലേഖനം ഇടാനിടയായി. It says like this. ഇങ്ങനെയാണത് പറയുന്നത്: if we speak kindly to the plants, നമ്മൾ ചെടികളോട് നല്ല സൗമ്യമായി സ്നേഹത്തോട് സംസാരിച്ചാൽ, if we all of you nurture gardens in your house, നിങ്ങളുടെ വീട്ടിൽ ചെറിയ തോട്ടങ്ങളോ അല്ലെങ്കിൽ ചെറിയ ഗാർഡനിങ് ഒക്കെ ഉണ്ടെങ്കിൽ, so if we speak or deal kindly with the plants, നമ്മൾ ഈ ചെടികളോട്, ഈ ചെറിയ വൃക്ഷങ്ങളോട് നമ്മൾ സൗമ്യമായി നല്ല സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചാൽ, then you will see that it growing very nicely. ശാസ്ത്രം പറയുന്നത് നമ്മുടെ ആ ഒരു സമീപനം തന്നെ ആ ചെടിക്ക് വളർച്ചയ്ക്ക് കാരണമായി തീരും. So if we speak kindly with human beings, ഇങ്ങനെ തന്നെ മനുഷ്യരോട് നമ്മൾ സൗമ്യമായും സ്നേഹവുമായി ഇടപെട്ടാൽ, if we talk nicely with human beings, നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടും കരുതലോടും ഇടപെട്ടാൽ, we will see a big growth in others. മറ്റുള്ളവർ വലിയ വളർച്ച നമുക്ക് കാണാൻ കഴിയും. One of the problems in the Kerala culture that I observed, കേരള സംസ്കാരത്തിൽ ഞാൻ കാണുന്ന വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, we are very raw in our talking. നമ്മൾ വളരെ പച്ചയായി, നമ്മൾ വളരെ പരിക്കൻ രീതിയിലാണ് അന്യോന്യം ഇടപെടുന്നതും സംസാരിക്കുന്നതും. It's not that we are bad. നമ്മൾ ദോഷം ചെയ്യുകയാണെന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. Especially in the village culture we find it very evident. നമ്മൾ ഈ ഗ്രാമീണ സംസ്കാരത്തിൽ ഇത് എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. A person who is raw in his language or in his speech is not bad. സംസാര രീതിയിൽ പരിക്കൻ നിലയിൽ, പച്ചയായ നിലയിൽ സംസാരിക്കുന്നവരുണ്ട്.
they are not bad people. അവരാരും ദുഷ്ടരായ വ്യക്തികളാണെന്നല്ല ഞാൻ പറയുന്നത്. They are not bad in their heart. അവർ ഹൃദയത്തിൽ മറ്റെന്തോ കൊണ്ട് നടക്കുന്നവരാണെന്നല്ല ഞാൻ പറയുന്നത്. But many a times when to the listener it hurts them. കേൾവിക്കാർക്ക് നമ്മുടെ ഈ പരിക്കനായ ഗ്രാമീണമായ സംസാര ശൈലികൾ മുറിവായി തീരാൻ സാധ്യതയുണ്ട്. Many of you might have experienced that. അത് നമ്മളിൽ പലരും അനുഭവിച്ചിട്ടുണ്ട്. Especially those of you who have gone outside Kerala and lived in a different state or in a country for many long years. When you come back to Kerala, you find it very difficult to adjust because of this raw culture. എന്നെ പോലെ കേരളത്തിന് പുറത്തോ മറ്റിടങ്ങളിലോ വർഷങ്ങൾ പാർത്തിട്ട് നാട്ടിൽ മടങ്ങി വരുമ്പോൾ ഈ പരിക്കൻ രീതികൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംസാര ശൈലികളൊക്കെ പലപ്പോഴും ഉൾക്കൊള്ളുവാൻ പാടായി തീർന്നിട്ടുണ്ട്. We have to cultivate a habit of being kind to others. നമ്മുടെ വാക്കുകൾ മൃദുവായി, നമ്മുടെ വാക്കുകളിൽ ഒരു കരുണ വെളിപ്പെടുവാൻ കാരണമാകണം. Here Apostle Paul, in making an appeal to Philemon, he is not using his apostolic authority. ഇവിടെ പൗലോസ് തന്റെ അപ്പോസ്തോലിക അധികാരം ഉപയോഗിച്ചുകൊണ്ടല്ല ഫിലെമോനോട് ഇടപെടുന്നത്. God converted Philemon through the ministry of Apostle Paul. പൗലോസിന്റെ ശുശ്രൂഷയിലാണ് ഫിലെമോൻ കർത്താവിലേക്ക് വന്നത്. So maybe Apostle Paul could have commanded him. പൗലോസിന് വേണമെങ്കിൽ കൽപ്പിക്കാമായിരുന്നു. He could have commanded Philemon to receive back Onesimus. ഫിലെമോൻ ഒനേസിമോസിനെ കൈക്കൊള്ളണമെന്ന് ഒരു ഖണ്ഡിതമായ കൽപ്പന കൊടുക്കാമായിരുന്നു. And Philemon would have to obey Apostle Paul. താൻ പൗലോസിനോട് പ്രതിബദ്ധനായതുകൊണ്ട് പൗലോസിനെ അനുസരിച്ചേ മതിയാകൂ. But that's not the language or the style that Apostle Paul പക്ഷെ uses. പൗലോസ് ഉപയോഗിക്കുന്ന ശൈലിയും രീതിയും അങ്ങനെ ഒരു അധികാരത്തിന്റെ സ്വരത്തിലല്ല, മുഴക്കത്തിലല്ല താൻ സംസാരിക്കുന്നത്. See how beautifully and lovingly Apostle Paul is addressing Philemon. എത്ര മനോഹരമായി മൃദുവായാണ് പൗലോസ് ഫിലെമോനോട് ഇടപെടുന്നത്. To Philemon, our beloved friend ഞങ്ങളുടെ പ്രിയ സ്നേഹിതനായ ഫിലെമോൻ and fellow laborer. ഞങ്ങളുടെ കൂട്ടുപ്രവർത്തകനായ ഫിലെമോൻ. Now you have to be in the place of Philemon to understand this. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഫിലെമോന്റെ സ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ കത്ത് വായിക്കണം. When you receive this letter, നിങ്ങൾ ഈ കത്ത് കൈപ്പറ്റുമ്പോൾ the very first words that Apostle Paul is writing, പൗലോസ് പറയുന്ന ഈ ആദ്യ വാക്കുകൾ തന്നെ when you read that, അത് വായിക്കുമ്പോൾ our beloved friend and fellow laborer, എന്റെ പ്രിയ സ്നേഹിതനും കൂട്ടുപ്രവർത്തകനായ സഹപ്രവർത്തകനായ ഫിലെമോൻ, that would motivate you and encourage you towards obedience. അത് അനുസരണത്തിലേക്ക് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും അതിലേക്ക് നമ്മളെ തള്ളിവിടുകയും ചെയ്യും. Praise the Lord. ഹല്ലേലൂയ. This is how we have even to behave in our family. ഇതാണ് നമ്മൾ കുടുംബത്തിൽ കാണിക്കേണ്ടിയ ഒരു സംസ്കാരം. Many a times in dealing with children we lose our patience. പലപ്പോഴും മക്കളോട് നമ്മൾ ഇടപെടുമ്പോൾ നമ്മുടെ ക്ഷമ കെട്ടുപോകാറുണ്ട്. I also lost my patience. ഞാനും ക്ഷമ കെട്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. We all lose our patience. മക്കളോട് ഇടപെടുമ്പോൾ നമ്മൾ ക്ഷമയിൽ ഇടപെടാൻ കഴിയാതെ പോയിട്ടുണ്ട്. And then we get angry. നമ്മൾ കോപിഷ്ഠരാകാറുണ്ട്. We might have observed that the more we get angry, the less will be the results. നമ്മൾ എത്രത്തോളം കോപിഷ്ഠരാകും അത്രമാത്രം അവരുടെ അനുസരണവും അതിനോടുള്ള പ്രതികരണവും മോശമാകും. The more we get angry, the more the children will become rebellious. നമ്മൾ എത്രത്തോളം കോപിഷ്ഠരാകും അത്രത്തോളം അവർ മറുതലിക്കുന്നതായി നാം കണ്ടിട്ടുണ്ട്. But on the other side, പക്ഷെ മറുവശം, if you deal gently with them, പക്ഷെ നിങ്ങൾ അവരോട് സ്നേഹത്തിൽ പെരുമാറിയാൽ, if you deal gently with them and talk gently with them, അവരോട് സ്നേഹത്തിൽ പെരുമാറി മൃദുവായി അവരോടൊന്ന് സമീപിച്ചാൽ, at some point of time they would understand the importance of what you are telling. നിങ്ങൾ പറയുന്ന കാര്യത്തിന്റെ ഗൗരവം എപ്പോഴെങ്കിലോ അവർ തിരിച്ചറിയും. Dear men and women of God, ദൈവദാസീദാസന്മാരെ, you go back to the Old Testament. പഴയ നിയമത്തിലേക്കൊന്ന് പോയാലോ, The law of God that came through Moses was very hard. മോശയിൽ കൂടി വന്ന ന്യായപ്രമാണം വളരെ പ്രയാസമുള്ള ഒരു പ്രമാണമായിരുന്നു. The punishment was very severe. അതിന്റെ ശിക്ഷ അത് അതിഘോരമായിരുന്നു. Sometimes it becomes very difficult for us to understand. അത് മനസ്സിലാക്കുവാനോ അനുസരിക്കുവാനോ പാടായിരുന്നു. But through Jesus, love and grace and mercy came. ക്രിസ്തുവിൽ കൂടി സത്യവും കരുണയും കൃപയും ഒരുമിച്ച് വരികയാണ്.
we were not able to carry the burden of the laws that was given through Moses. മോശയിൽ കൂടി വന്ന പ്രമാണത്തിന്റെ ഭാരം നമുക്ക് എടുക്കാൻ കഴിയുന്നില്ലായിരുന്നു. But through Christ, God revealed who he was. ക്രിസ്തുവിൽ കൂടി ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി. The John chapter 3 verse 16, it's so familiar to us. യോഹന്നാൻ 3:16 നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. God so loved the world that he gave his only son. ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് എല്ലാവർക്കും ഏകി തന്നു. The Bible says that even when we were sinners, God came down searching for us. ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമ്മളോടുള്ള സ്നേഹം കാൽവരി ക്രൂശിൽ വെളിപ്പെടുത്തി. On the cross of the Calvary, we see this love being manifested. ഈ ദൈവ സ്നേഹത്തിന്റെ തുറന്ന പ്രദർശനശാലയാണ് കാൽവരി ക്രൂശ്. It was only this love that transformed us and changed us. ഈ സ്നേഹത്തിന്റെ ആ ഒരു അനുഭവമാണ് നമ്മളെ എല്ലാവരെയും രൂപാന്തരപ്പെടുത്തിയത്. It is this love that draws us closer to God. ഈ ക്രിസ്തുവിന്റെ സ്നേഹമാണ് നമ്മളെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കുന്നത്. It is because God is approachable, we are able to come closer to him. ദൈവത്തെ നമുക്ക് സമീപിക്കാൻ കഴിയുന്നത് കൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആ സ്വാന്തനങ്ങൾ നമ്മളെ പിടിച്ച് തന്റെ കൃപയിൽ നിർത്തുന്നു. Suppose you have a boss. നിങ്ങൾക്കൊരു മേലുദ്യോഗസ്ഥൻ ഉണ്ടെന്നിരിക്കട്ടെ. Whatever you might be doing, നിങ്ങൾ എന്ത് ചെയ്താലും, you might be doing a government job or in private or in any other profession. നിങ്ങൾ ഏത് തൊഴിൽ മേഖലയിലായാലും നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് മേളിൽ ഒരു മേലുദ്യോഗസ്ഥൻ ഉണ്ടെന്നിരിക്കട്ടെ. Suppose if you have a boss who is very rude and harsh, നിങ്ങളോട് വളരെ രൂക്ഷമായി പെരുമാറുന്ന ഒരു മേലുദ്യോഗസ്ഥനെ നിങ്ങൾ ചിന്തിക്കുക. suppose you did some mistake, നിങ്ങൾ ഒരു തെറ്റ് ചെയ്തെന്നിരിക്കട്ടെ. what you will try to do? എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? You will hide it. ആ മേലുദ്യോഗസ്ഥൻ ഇങ്ങനത്തെ ഒരു വ്യക്തി ആയതുകൊണ്ട്, കഠിന മനുഷ്യനായതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റ് നിങ്ങൾ മറച്ചു വെക്കും. This is the natural psychology. ഇതാണ് നമ്മൾ കാണുന്ന സ്വാഭാവികമായ മനഃശാസ്ത്രം. You know your boss is very rude. നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ ഒരു കഠിന മനുഷ്യനാണ് നിങ്ങൾക്കറിയാം. You know that if he finds that you have done some mistake, he will punish you. നിങ്ങൾ ചെയ്ത തെറ്റ് താൻ കണ്ടുപിടിച്ചാൽ നിങ്ങളെ ശിക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ, you know that surely you will be punished because of that mistake. ആ തെറ്റ് നിമിത്തം നിങ്ങൾക്ക് ശിക്ഷ ഉറപ്പാണ്. So the moment you do some mistake, you will hide it. നിങ്ങൾ ഒരു തെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ അത് മറയ്ക്കാൻ ശ്രമിക്കും. Because you don't have the confidence to go before him and to say that, sir, I have done this mistake. നിങ്ങൾക്ക് ആ മനോധൈര്യം ഇല്ല തന്റെ മുൻപിൽ പോയി ഞാൻ തെറ്റ് ചെയ്തെന്ന് പറയാൻ സമ്മതിക്കാൻ. We have all experienced this in our life. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. When we have a rude boss, we hide our mistakes. ഒരു കഠിന മനുഷ്യനായ മയമില്ലാത്ത ഒരു മേലുദ്യോഗസ്ഥൻ ഉണ്ടെങ്കിൽ നാം പലതും മറച്ചു വെക്കും. But imagine we have a very good boss. നമുക്കൊരു നല്ലൊരു മേലുദ്യോഗസ്ഥൻ ഉണ്ടെങ്കിൽ, we have a very kind boss. നമ്മളെ മനസ്സിലാക്കുന്ന ഒരു മൃദു സ്വഭാവിയായ വ്യക്തിയാണെങ്കിൽ, we have a person above us who understands us. നമ്മളെ മനസ്സിലാക്കുകയും നമ്മളെ കരുതുകയും ചെയ്യുന്ന ഒരു മേലുദ്യോഗസ്ഥനാണ് നമുക്കുള്ളെങ്കിൽ, if we do some mistakes, what we will do? നമുക്കൊരു തെറ്റ് ഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? We will go to him and say, sir, this mistake has happened. നമ്മൾ തന്നെ അവിടുത്തെ ആ വ്യക്തിയുടെ അടുത്ത് എന്ന് പറയും, സാറേ ഈ ഒരു പിഴവ് എനിക്ക് പറ്റി. The boss will tell, don't worry, do not repeat it next time. ആ വ്യക്തി ഇങ്ങനെ നമ്മളോട് പറയും, മേലുദ്യോഗസ്ഥൻ പറയും, പേടിക്കേണ്ട, ഇത് ആവർത്തിക്കാതിരുന്നാൽ മതി. This is exactly with God. ഇങ്ങനെയാണ് ദൈവത്തിന്റെ സമീപനം. God is not a harsh God. ദൈവം ഒരു കഠോരനായ ഒരു ദൈവമല്ല. God is not a rude God. ദൈവം കഠിന മനുഷ്യനെ പോലെ കാഠിന്യത്തിൽ എപ്പോഴും ഇടപെടുന്ന ഒരു വ്യക്തിയല്ല. God is not a police commissioner. ദൈവം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലെ പോലീസ് മുറയെടുക്കുന്ന വ്യക്തിയല്ല. God is not after you with a stick to punish you the moment you do a mistake. നിങ്ങൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു വടി കൊണ്ട് നിങ്ങളുടെ പിന്നാലെ അടിക്കാൻ ഓടുന്ന ഒരു വ്യക്തിയല്ല ദൈവം. Rather, God is a loving, merciful and kind God. ദൈവം സ്നേഹനിധിയായ, നമ്മളെ തെറ്റുകളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു നല്ല പിതാവാണ്. Anytime you make a mistake, you can go to God and address him as Abba Father. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പിഴവ് സംഭവിച്ചാലും അവിടുത്തെ സന്നിധിയിലേക്ക് ഓടിച്ചെന്ന് അബ്ബാ പിതാവേ എന്ന് വിളിച്ചപേക്ഷിക്കുവാൻ പുത്രത്വത്തിന്റെ അവകാശം ദൈവമക്കൾക്ക് തന്നിട്ടുണ്ട്. This is how we should be with our relationship with others. മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ഈ സൽഗുണപൂർണനായ സ്വർഗസ്ഥനായ പിതാവിന്റെ സ്വഭാവം നമ്മൾ വെളിപ്പെടുത്തണം. Paul somewhere here writes that
yeah, I have the authority to command to you. ഈ താഴോട്ടുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, നിന്നോട് കൽപ്പിക്കാനുള്ള അധികാരം എനിക്കുണ്ട്. Paul says that I am your spiritual father and I have the authority to command you, to tell you to receive back Onesimus. ക്രിസ്തുവിൽ നിന്നെ ജനിപ്പിച്ച പിതാവ് എന്ന നിലയിൽ ആത്മീയ പൈതൃകം ഉള്ളതുകൊണ്ട് ഒനേസിമോസിനെ തിരിച്ചെടുക്കണമെന്ന് എനിക്ക് വേണേൽ കൽപ്പിക്കാം. But Paul says that I have known my God. പൗലോസ് പറയുന്നത്, എനിക്ക് എന്റെ ദൈവത്തെ അറിയാം. How many mistakes I do. എന്റെ ജീവിതത്തിൽ എത്രയോ പിഴവുകൾ വന്നു. How many follies come in my life. എന്റെ ജീവിതത്തിൽ എന്തൊക്കെ വീഴ്ചകൾ വന്നു. But today I have the confidence to approach the throne of grace for mercy. ഇന്നും കൃപ ലഭിപ്പാൻ, കരുണ ലഭിപ്പാൻ, ആ കൃപാസന്നിധിയിലേക്ക് ഓടി അണയുവാൻ ഉള്ള ഭാഗ്യം, ആ പദവി എനിക്കുണ്ട്. Paul manifests the same character of God when he is dealing with Philemon and Onesimus. ഫിലമോനോടും ഒനേസിമോസിനോടും ഇടപെടുമ്പോൾ ആ പിതൃത്വം, ആ ദൈവിക സ്നേഹത്തിന്റെ ആ ഒരു പ്രതിച്ഛായ പൗലോസിൽ വെളിപ്പെടുകയാണ്. He tells Philemon, you are my beloved friend and my fellow laborer. ഫിലമോനോട് എന്താണ് പറയുന്നത്? നീ എന്റെ സഹപഠനും നീ എന്റെ പ്രിയ സ്നേഹിതനുമാണ്. Dear men and women of God, ദൈവദാസീദാസന്മാരെ, let us be like this in our talk, the way we address people, the way we relate with people. എന്റെ പ്രിയ ദൈവമക്കളെ, ഈ ഒരു രീതി നമുക്ക് അവലംബിക്കാം. നമ്മുടെ അന്യോന്യമുള്ള ബന്ധങ്ങളിൽ, നമ്മുടെ വാക്കുകളിൽ, പെരുമാറ്റങ്ങളിൽ, പരസ്പര സംസർഗങ്ങളിൽ ഈ ഒരു സ്വഭാവ വിശേഷത നമ്മളിൽ കർത്താവ് പകരട്ടെ. In my personal life, I have always experienced this. ഈ കാര്യം എന്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു കാര്യമാണ്. The moment when I go into an office, I will not be in my chamber, but I will be with my staff. ഞാൻ എൻ്റെ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ ആ തസ്തികയ്ക്ക് പറ്റിയ ആ മുറിയിൽ ഒതുങ്ങിക്കൂടുകയല്ല. എന്നോട് കൂടെ പ്രവർത്തിക്കുന്നവരോട് ഇടപെടുവാൻ ഞാൻ എപ്പോഴും ശ്രമിക്കും. Most of the time I keep the door of my chamber open. എൻ്റെ ആ ഓഫീസിന്റെ ഡോർ എപ്പോഴും ഞാൻ തുറന്നു വെക്കും. I want to give the message that there is no difference. It's open for everybody. ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന, എൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരോടും എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ഇതാണ്: ഞാൻ എല്ലാവർക്കും സമീപിപ്പാൻ പറ്റിയൊരു വ്യക്തിയാണ്. നമ്മൾ തമ്മിൽ ഭേദാഭേദങ്ങളില്ല. It's a team where we are working to achieve one goal. നമ്മൾ ഒരു ലക്ഷ്യം കൈവരിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ടീമാണ്. Normally when we are like that, it gives results. അങ്ങനെ നാം ജനങ്ങളോട് സമീപിക്കുമ്പോൾ, അവരോട് നാം ഇടപെടുമ്പോൾ അവിടെയാണ് ഫലപ്രാപ്തി ഉണ്ടാകുന്നത്. You will get the best of the results. നമുക്ക് മറ്റുള്ളവരിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ഉത്തമമായ ഒരു ഫലപ്രാപ്തി ഉണ്ടാകും. As time is running out, let me go fast further. സമയം മുൻപോട്ട് പോകുന്നത് കൊണ്ട് അടുത്തൊരു ക്രിസ്തീയ മൂല്യം നിങ്ങളുടെ മുൻപാകെ വരച്ചു കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. In verse 4, Paul says like this. 4-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്: I thank my God, making mention of you always in my prayers. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും നിന്നെ ഓർക്കുന്നുണ്ട്. I make mention of you in all my prayers. എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ നിന്റെ പേര് ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. We are living at a time where the significance of prayer is reducing more and more. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ സ്ഥാനം കുറഞ്ഞു വരുന്നു എന്ന് ഞാൻ ഭയപ്പെടുന്നു. People are not believing that prayer can bring results. പ്രാർത്ഥനയിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതെന്ന് വിശ്വസിക്കാൻ പോലും ഒരു മടി വന്ന കാലമാണ് ഇന്നത്തെ കാലം. Rather, we are slowly advancing to a time where I think that prayer would become a taboo or something that the Christian community will totally forget. പ്രാർത്ഥന ക്രിസ്തീയ സമൂഹം മറന്നുപോയ ഏതോ ഒരു കാര്യമായി മാറുന്ന ഒരു കാലത്തിലേക്കാണോ നാം വരുന്നതെന്ന് ഞാൻ ഭയപ്പെടുന്നു. I find my mother praying most of the time. എൻ്റെ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഞാൻ ഇന്നും കാണുന്നത്. Morning, afternoon, evening, whenever she finds time, she would go and pray. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും തനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെയും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. But when I look into myself, into my generation, then it has reduced too much that we don't find time for prayer. എൻ്റെ തലമുറയിലേക്ക് നോക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ ഒട്ടും സമയം കണ്ടെത്താൻ കഴിയാത്ത നിലയിൽ പ്രാർത്ഥനാ ജീവിതം ശൂന്യമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എൻ്റെ തലമുറയിൽ. But to my children's life, when I see, then probably they don't even know how to pray. എൻ്റെ മക്കളുടെ തലമുറകളിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും എങ്ങനെ പ്രാർത്ഥിക്കേണ്ടെന്ന് പോലും അവർക്ക് അറിയത്തില്ലെന്ന് ഞാൻ ഭയപ്പെടുന്നു. We know how to pray, but the prayer has reduced. നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം, പക്ഷെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞുപോയി.
Our parents, our grandparents, our parents, they were people who prayed. We listened to them. We learned how to pray. But then in our busy schedule, we have forgotten to pray. നമ്മുടെ മുൻ തലമുറകൾ പ്രാർത്ഥിക്കുന്നത് നാം കേട്ടിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥനാ ജീവിതം കണ്ട് നമ്മൾ അത് ഏറ്റെടുത്തവരാണ്, അത് മനസ്സിലാക്കിയവരാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ തിരക്കായ അനുഭവങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വിട്ടുപോകുകയാണ്. Now when it has come to our children, they don't know how to pray. പക്ഷെ നമ്മുടെ മക്കളിലേക്ക് വരുമ്പോൾ ആ പ്രാർത്ഥനാ ജീവിതം വേണ്ടതിൽ അവർ കാണാത്തോണ്ടായിരിക്കും അവർക്ക് പ്രാർത്ഥിക്കാൻ പോലും അറിയാത്തൊരു സ്ഥിതി വിശേഷമാണ്. So very fast we are moving into a generation where there won't be prayer. പ്രാർത്ഥനാരഹിതമായ ഒരു തലമുറയിലേക്ക് നാം പാഞ്ഞു പോകുകയാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. Can you imagine a Christian life without prayer? പ്രാർത്ഥനയില്ലാത്തൊരു ക്രിസ്തീയ ജീവിതം നമുക്ക് ചിന്തിക്കാൻ കൂടെ കഴിയുമോ? I always tell my children to pray for at least 2 minutes. ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് പറയുന്നത് 2 മിനിറ്റെങ്കിലും നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തണം. I always encourage them to pray for at least 2 minutes in a day. ഒരു ദിവസം 2 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം എന്ന് ഞാൻ അവരോട് പറയുന്നത്. We need to pray. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാകണം. Prayer is very powerful. പ്രാർത്ഥന ശക്തിമത്തായ ഒരു ആയുധമാണ്. Dear men and women of God, prayer can change things. ദൈവദാസീദാസന്മാരെ, പ്രാർത്ഥനയ്ക്ക് പലതിനെയും മാറ്റാൻ കഴിയും. Prayer can make miracles happen in your life. അത്ഭുതങ്ങൾ ഉത്ഭവിക്കുന്നത് പ്രാർത്ഥനയിലാണ്. We are that generation. We have experienced the power of prayer. പ്രാർത്ഥനയുടെ ശക്തി രുചിച്ചറിഞ്ഞൊരു തലമുറയാണ് എന്നെ കേൾക്കുന്ന മിക്ക ആൾക്കാരും. We have to hand over this mantle to the next generation. പ്രാർത്ഥനയുടെ പുതപ്പ് അടുത്ത തലമുറയിലേക്ക് കൈമാറേണ്ട ദൗത്യം നമ്മുടേതാണ്. Paul says, I always mention about you in my prayer. പൗലോസ് പറയുന്നത്, നിന്നെ ഞാൻ എപ്പോഴും എൻ്റെ പ്രാർത്ഥനകളിൽ ഓർക്കുന്നുണ്ട്. We need to pray for our fellow believers. നമ്മുടെ സഹവിശ്വാസികൾക്ക് വേണ്ടി നാം തീർച്ചയായും പ്രാർത്ഥിക്കണം. We need to pray for our church. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. We need to find time to pray for every member. നമ്മുടെ സഭയിലുള്ള എല്ലാ വിശ്വാസികളെയും പ്രാർത്ഥനയിൽ വഹിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം. We all are passing through various struggles in our life. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വിവിധങ്ങളായ പ്രതിസന്ധികളിൽ കൂടി നമ്മൾ കടന്നു പോകുന്നവരാണ് എല്ലാവരും. The journey of this life is not easy. ഈ ജീവിത യാത്ര അത്രയ്ക്ക് എളുപ്പമൊന്നുമല്ല. The journey of this life is very difficult. ഈ ജീവിത യാത്ര പ്രതിസന്ധികൾ നിറഞ്ഞതാ. Everybody is passing through various struggles. എല്ലാവരും വിവിധങ്ങളായ അവരുടേതായ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഓരോ ദിവസവും നേരിടുന്നവരാ. For some it could be financial problems. ചിലർക്കത് ഭൗതികമായിരിക്കാം. For some it could be children's problem. ചിലർക്കത് തലമുറകളുടെ വിഷയമായിരിക്കാം. For some it could be other family issues. ചിലർക്കത് ഭവനത്തിൽ കുടുംബാന്തരീക്ഷത്തിലുള്ള ചില വിഷയങ്ങളായിരിക്കും. For some it could be some sickness. ചിലർക്കതൊരു രോഗമായിരിക്കാം. It could be various problems that people around you are passing through. നിങ്ങളുടെ ചുറ്റും ഇരിക്കുന്നവർ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ അത് നാനാർത്ഥങ്ങളിൽ കൂടിയുള്ള യാത്രയാണ്. We need to separate time and mention about them in our prayer. നമ്മൾ അവർക്ക് വേണ്ടി സമയം വേർതിരിച്ച് അവരെ പ്രാർത്ഥനയിൽ ഓർക്കേണ്ടത് അത്യന്താപേക്ഷിതം. Our prayer that reaches before the throne of grace. നമ്മുടെ പ്രാർത്ഥന കൃപാസനത്തിൽ എത്തിച്ചേരുമ്പോൾ it will penetrate and it will reach the presence of God. ദൈവ സാന്നിധ്യത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ And that prayer can do great and mighty things in the life, in our life and in others' life. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഹവിശ്വാസികളുടെ ജീവിതത്തിലും പ്രാർത്ഥനയ്ക്ക് ശക്തിമത്തായ ഒരു അനുഭവമുണ്ട്. Verse 5 it says like this. 5-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, hearing of your love and faith, നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ഞാൻ കേട്ടപ്പോൾ, which you have toward Lord Jesus and toward all the saints. കർത്താവിനോടും കർത്താവിന്റെ വിശുദ്ധന്മാരോടുമുള്ള നിങ്ങളുടെ ആ സ്നേഹത്തെയും ഞാൻ കണ്ടപ്പോൾ. Then verse 7 it says like this. 7-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്, for we have great joy and consolation in your love, because the hearts of the saints have been refreshed by you, brother. 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, വിശുദ്ധന്മാരുടെ ഹൃദയത്തെ തണുപ്പിച്ച ഫിലോമോനെ എന്ന് തന്നെ അഭിസംബോധന ചെയ്യുക. What a great way to address a man. ഒരു വ്യക്തിയെ അഭിസംബോധന ചെയ്യുവാനുള്ള എത്ര മനോഹരമായ ഒരു രീതിയാണ്. Apostle Paul says that your love, your faith, your service to others, that has refreshed the saints. പൗലോസ് ഫിലോമോനോട് പറയുന്നത്, നിന്റെ സ്നേഹം, നിന്റെ വിശ്വാസം, മറ്റുള്ളവരോടുള്ള നിന്റെ കരുതൽ, അത് വിശുദ്ധന്മാരുടെ ഹൃദയങ്ങളെ
തണുപ്പിച്ചിട്ടുണ്ട്. How we can do these things? അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? Are we really doing these things? ഇത് നമ്മൾ ചെയ്യുന്നുണ്ടോ? Are we really refreshing the saints? നമ്മൾ വിശുദ്ധന്മാർക്ക് തണുപ്പ് പകരുന്ന, അവരുടെ ഹൃദയങ്ങളെ തണുപ്പിക്കുന്നവരാണോ? I was talking with somebody here in Kerala, ഞാൻ കേരളത്തിലുള്ള ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ and that person told me, ആ വ്യക്തി എന്നോട് ഇങ്ങനെ പറഞ്ഞു. I told him like that, ഞാൻ ഇങ്ങനെയാ പറഞ്ഞേ, that when we were in Gujarat, ഞാൻ ഗുജറാത്തിലായിരുന്നപ്പോൾ the community in Gujarat is very social. ഗുജറാത്തിലെ സമൂഹം വളരെ സാമൂഹിക ഇണയടുപ്പമുള്ളവരാ. They are very closely knit with each അവർ other. അന്യോന്യം അതുപോലെ ബന്ധപ്പെട്ട് കിടക്കുക. Even after their whole day, after doing business, they come back by 8:39 to their home. അവരുടെ വ്യവസായങ്ങളും ജീവിതത്തിലെ ഓരോ ബന്ധപ്പാടുകൾ കഴിഞ്ഞ് 8-8:30 ആകുമ്പോഴാണ് അവർ ഭവനങ്ങളിൽ മടങ്ങിയെത്തുന്നത്. After that, അത് കഴിഞ്ഞ് even after 9 o'clock, they would go and visit their relatives, their friends. They keep that social, what you call that tie very strong. 9 മണി കഴിഞ്ഞാലും രാത്രിയായാലും സ്നേഹിതരെ, ബന്ധുമിത്രാദികളെ, ചാർച്ചക്കാരെ സന്ദർശിക്കുവാനും ആ സാമൂഹിക ബന്ധത്തെ നിലനിർത്തുവാനും അവരൊരു ശ്രമം നടത്താറുണ്ട്. They are very particular in this. അത് ആ ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ അവർ വളരെ സൂക്ഷ്മമായി അതിൽ മുന്നേറുന്നവരാ. Even my friends, they would invite us to their house for dinners. എന്റെ സ്നേഹിതർ എന്നെ വിരുന്നിന് വേണ്ടി അവരുടെ വീട്ടിൽ വല്ലപ്പോഴും വിളിക്കും. They would come to our house. അവരെ ഞങ്ങളുടെ വീട്ടിൽ വരും. So this is the culture of the people of Gujarat. ഗുജറാത്തിലെ സംസ്കാരം ഇങ്ങനെയാണ്. They are not Christians. അവർ ക്രിസ്തീയ വിശ്വാസികളല്ല. They are not believers. അവര് നമ്മളെ പോലെ ദൈവമക്കളല്ല. But they know how to maintain relationship. അവർക്ക് ബന്ധങ്ങളെ നിലനിർത്തുവാൻ അറിയാം. They know how to refresh others. മറ്റുള്ളവരുടെ ഹൃദയത്തെ തണുപ്പിക്കാൻ അവരിൽ നിന്ന് നമ്മൾ പഠിക്കണം. Because of this closely knit community, ഇങ്ങനെയുള്ള ഇണയെടുപ്പമുള്ള ഒരു സാമൂഹിക വ്യവസ്ഥിതി ആയതുകൊണ്ട് if somebody is in trouble, ഒരു വ്യക്തി ഭാരത്തിലാണെങ്കിൽ, if somebody is in any problem, ഒരു പ്രശ്നത്തിൽ കൂടി ഒരു വ്യക്തി പോകുമ്പോൾ, if somebody has something that he cannot express to അത് anybody, മറ്റുള്ളവരോട് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണെങ്കിൽ പോലും, because of this close relationship with each other, ഈ ഇങ്ങനെ എപ്പോഴും കണ്ടുമുട്ടുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു ബന്ധമുള്ളത് കൊണ്ട്, the person who is down, ഒന്ന് താണിരിക്കുന്ന, മനസ്സ് തകർന്നിരിക്കുന്ന വ്യക്തി, he would get encouraged. മറ്റുള്ളവരുടെ ആ സ്നേഹത്തിൽ തനിക്കൊരു ബലമൊക്കെ കിട്ടാൻ He ഇടയായി would തീരും. get lifted up. താൻ പെട്ടെന്ന് ഉത്തേജനം പ്രാപിക്കും. He would get the courage to face his struggles. തന്റെ ആ പ്രതിസന്ധികളെ നേരിടുവാനുള്ള ധൈര്യം കിട്ടും. One of that person whom I was talking here in Kerala, I said that here nobody likes if you would visit them. എന്നോട് സംസാരിച്ച വ്യക്തി ഇങ്ങനെയാണ് പറഞ്ഞത്, നമ്മൾ സന്ദർശിച്ചാൽ പോലും പലർക്കും ഇഷ്ടപ്പെടത്തില്ല. I was shocked. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. This is a very bad culture. ഇത് നല്ലൊരു സംസ്കാരമല്ല. I have seen that what that man said is true. ഞാൻ അത് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. എന്നോട് ഈ വ്യക്തി പറഞ്ഞ അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട്. Here nobody visits anybody. ഇവിടെ മറ്റുള്ളവരെ സന്ദർശിക്കുന്നത് വളരെ കുറവാണ്. Here nobody keeps relationship with anybody. മറ്റുള്ളവരോടുള്ള ബന്ധം നിലനിർത്തുവാൻ അതുപോലെ ഇവിടെ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. Are we inviting somebody to our house for a dinner? നമ്മുടെ വീട്ടിൽ ഒരാളെ വിരുന്നിന് നാം വിളിക്കാറുണ്ടോ? Are we inviting somebody to our house for a tea? നമ്മളൊരു 4 മണിക്ക് വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് ചായ കുടിക്കുവാൻ ആൾക്കാരെ വിളിക്കാറുണ്ടോ? I am not seeing these things. ഇങ്ങനത്തെ ഒരു സംസ്കാരം ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. In the secular world, പുറത്തുള്ള ലോകത്ത്, secular world, people come together to drink. പുറത്തുള്ള ലോകത്ത് മദ്യപിക്കുവാൻ ആളുകൾ കൂടാറുണ്ട്. They come together, have fellowship with each other and they drink. അവർ അന്യോന്യം വന്ന് അവരുടെ നിലയിലുള്ള ആ മദ്യപാനത്തിലുള്ള ഒരു ആസക്തിയിലുള്ള ഒരു ബന്ധവും സാമൂഹിക അടുപ്പം അവർ കാണിക്കുന്നു. They have that fellowship. അവർക്ക് അങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട്. But when it comes to Christian community, ക്രിസ്തീയ വിശ്വാസികളുടെ കാര്യം വരുമ്പോൾ, we don't have a close relationship or fellowship with each other. ഈ മദ്യപാനികൾക്ക് തമ്മിലുള്ള ബന്ധം പോലും നമുക്ക് തമ്മിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. Dear brothers and sisters, ദൈവദാസിദാസന്മാരെ, after the worship we would say hi, hello and we would go back to our house. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ദനം ചെയ്ത് ആരാധന കഴിഞ്ഞ് വീട്ടിൽ പോകും. That is not only Christian fellowship. അതല്ല ക്രിസ്തീയ കൂട്ടായ്മയുടെ നിർവചനം. Learn to have deep relationship with ആഴമായ കൂട്ടായ്മ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ നമ്മൾ ഇതിനോടകം പഠിച്ചിരിക്കണം. If you have not invited somebody to your house for dinner,
learn to invite. മറ്റൊരാളെ നിങ്ങളുടെ വീട്ടിൽ വിരുന്നിന് വിളിക്കുവാൻ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളത് പഠിക്കണം. Spend your time and your resources for others. മറ്റുള്ളവർക്ക് വേണ്ടി സമയവും നിങ്ങൾക്കുള്ള സമ്പാദ്യങ്ങളും ചെലവഴിക്കുവാൻ പഠിക്കുക പ്രിയമുള്ളവരെ. That is what Apostle Paul is telling here about Philemon. അതാണ് ഫിലമോനെ കുറിച്ച് പൗലോസ് പറയുന്ന സാക്ഷ്യം. He says that for we have great joy and comfort in your love. നിങ്ങളുടെ ഫിലമോന്റെ സ്നേഹത്തിൽ ഞങ്ങൾക്ക് വലിയ പ്രത്യാശയും ആശ്വാസവും കിട്ടിയിട്ടുണ്ട്. What is the meaning of telling that we love you if that love is not expressed? എനിക്ക് നിങ്ങളെ ഭയങ്കര സ്നേഹമാണെന്ന് ഞാൻ പറയുകയാണ്, പക്ഷെ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ലെങ്കിൽ എന്ത് പ്രയോജനം? Do you know there is a peacock roaming around here in this area? ഈ നാട്ടിലൊക്കെ ഒരു മയിൽപക്ഷി ഇങ്ങനെ പോകുന്നതായി നമുക്ക് കാണാം. Have anybody of you seen it? അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? There is a peacock. Actually, it started coming to our house. So, whenever that peacock comes, we give that peacock something to eat. എന്നും വരുന്ന ഈ മയിൽപക്ഷിക്ക് എന്തെങ്കിലും ഞങ്ങൾ കൊടുക്കാറുണ്ട്. So, whenever it is hungry, it comes to our house. അതിന് വിശപ്പുള്ളപ്പോഴൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരും. So we give some food. അതിന് ഞങ്ങൾ ചില ആഹാരം കൊടുക്കാറുണ്ട്. We try to see which food it likes the best. അതിന് ഇഷ്ടമുള്ള ആഹാരം എന്താണെന്ന് ഞങ്ങൾ പരീക്ഷിച്ച് നോക്കാറുണ്ട്. Today morning my son gave it badam. ഇന്ന് രാവിലെ ബദാം, എന്റെ മകൻ അതിന് ബദാം കൊടുക്കാനിടയായി. And it liked it very much. അതിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. So whenever this peacock comes to our house, it gets refreshed. എന്റെ വീട്ടിൽ വരുമ്പോൾ ഈ മയിൽ പക്ഷിക്ക് ഒരു ആശ്വാസം, ഒരു തണുപ്പ് കിട്ടുന്നുണ്ട്. Its hunger is quenched. അതിന്റെ വിശപ്പ് മാറുകയാണ്. And it gets refreshed and energized. അതിന് ഒരു ബലവും ചൈതന്യവും കിട്ടുകയാണ്. Then with that food that it received, it can travel throughout that day. ഈ ദിവസം മൊത്തം ഓടി സഞ്ചരിക്കുവാനുള്ള ബലം എന്റെ ഭവനത്തിൽ വന്ന് കിട്ടി. The next day when it feels hungry, it immediately remembers our house that there I will receive food. അടുത്ത ദിവസം തനിക്ക് വിശപ്പുണ്ടാകുമ്പോൾ താൻ പെട്ടെന്ന് ഓർക്കും, ആ വീട്ടിൽ പോയാൽ എനിക്ക് വേണ്ടി ആശ്വാസവും കരുതലും കിട്ടും. Then it comes to our house again. വീണ്ടും അടുത്ത ദിവസം ഞങ്ങളുടെ വീട്ടിൽ വരും. Then we give the food that it likes the most. തനിക്ക് ഇഷ്ടമുള്ള ആ ഭക്ഷണം ഞങ്ങൾ കൊടുക്കും. It feels very happy. അത് സന്തോഷത്തോടെ പോകും. This is exactly how we have to be. ഇതുപോലെയാണ് നമ്മൾ സഹവിശ്വാസികളോടും ദൈവമക്കളോടും നമ്മൾ ഇടപെടേണ്ടത്. See how that peacock behaves. Immediately when it is weak, it is hungry, it does not remember any other house, it remembers our house. അതിന് ക്ഷീണം തട്ടുമ്പോഴും അതിന് വിശപ്പുണ്ടാകുമ്പോഴും ഞങ്ങളുടെ വീടാണ് ഓർക്കുന്നത്. കാരണം എന്താ? This is how we have to be with our neighbors. ഇങ്ങനെയാണ് നമ്മുടെ അയൽവക്കങ്ങളിൽ നമ്മൾ ആയിത്തീരേണ്ടത്. This is how we have to be with our fellow believers. ഇങ്ങനെയാണ് നമ്മുടെ സഹവിശ്വാസികളോട് നമ്മൾ ഇടപെടേണ്ടത്. We have to spend some time for that. നമ്മൾ അതിനു വേണ്ടി സമയം മാറ്റിവെക്കണം. We have to spend some resources for that. അതിനു വേണ്ടി അല്പം പണം മുടക്കണമെങ്കിൽ പണം മുടക്കണം. We have to talk very gently with people. നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടും മൃദുവായി സംസാരിക്കുവാൻ പഠിക്കണം. We have to deal with people in a way where people would come to us, we are approachable. നമ്മളോട് ആൾക്കാർ സമീപിക്കുവാൻ പറ്റിയവരാണെന്നുള്ള നിലയിൽ നമ്മുടെ അടുത്ത് ആവശ്യബോധമുള്ളപ്പോഴൊക്കെയും ആശ്വാസം വേണ്ടിയപ്പോഴൊക്കെയും നമ്മളെ സമീപിക്കുന്ന നിലയിൽ നമ്മൾ അവരോട് ഇടപെടണം. Paul says to Philemon, we have so much joy and comfort in your love that the hearts of the saints have been refreshed by you. ഞങ്ങൾക്ക് ആ കൂട്ടായ്മയിൽ എന്തൊരു സന്തോഷവും എന്തൊരു ആശ്വാസവുമാണ്. കാരണം വിശുദ്ധന്മാരുടെ ഹൃദയങ്ങളെ തണുപ്പിച്ച ഒരു കൂട്ടായ്മയാണ് ഫിലമോന്റെ ഭവനത്തിൽ വെളിപ്പെട്ട കൂട്ടായ്മ. I can talk hours and hours from this letter. ഈ ലേഖനത്തിൽ നിന്ന് ഞാൻ മണിക്കൂറുകൾ സംസാരിക്കാൻ കഴിയും. Such a beautiful letter. എത്ര പ്രായോഗിക മൂല്യങ്ങളും ജീവിതത്തിൽ നാം ഏറ്റെടുക്കേണ്ട പാഠമുള്ള ഒരു ലേഖനമാണ്. It will take only less than 5 minutes to read it once. ഇതൊന്ന് വായിക്കാൻ 5 മിനിറ്റ് മതി. The more you read, the more it will sink into you. നിങ്ങൾ എത്രത്തോളം അത് വായിക്കും അത്രമാത്രം നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിൽ അത് പതിയും. Verse 11 says like this. 11ാം വാക്യം ഇങ്ങനെ പറയുന്നു, who once was unprofitable to you, പ്രയോജനമറ്റവനായിരുന്ന അവൻ, but now he is profitable to you and to me. നിനക്കും എനിക്കും പ്രയോജനമുള്ളവനായി ഈ ഒനേസിമോസ് മാറി. Dear men and women of God, ദൈവദാസീദാസന്മാരെ, we were once unprofitable. നമ്മൾ പ്രയോജനമറ്റവരായിരുന്നു ഒരിക്കൽ. But God transformed us. ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തി. God loved us. ദൈവം നമ്മളെ സ്നേഹിച്ചു. God changed us. ദൈവം നമ്മളെ മാറ്റിയെടുത്തു. Not to just to come into this church and to sing 2-3 songs
listen to the word of God and to go back. 2-3 പാട്ട് ഈണത്തിൽ പാടി മെസ്സേജ് കേട്ട് വീട്ടിൽ പോകാനല്ല നമ്മളെ ദൈവം രൂപാന്തരപ്പെടുത്തിയത്. Paul says that once Onesimus was unprofitable. ഒരിക്കൽ ഒനേസിമോസ് പ്രയോജനമറ്റവനായിരുന്നു. But the touch of God, ദൈവത്തിന്റെ സ്പർശനം, the love of God ദൈവ സ്നേഹത്തിന്റെ സാന്ത്വനം has transformed him that he has become profitable for others. മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവനാക്കി അവനെ മാറ്റി ഈ ദൈവകൃപ. See, many a times we expect when we come to God, we want our business to prosper, us to get promotion, us to become rich, or to get a job and all those things. നമ്മൾ പലപ്പോഴും ദൈവഭാഗത്ത് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് എന്ത് നേട്ടം ഉണ്ടാകും, നമ്മുടെ വീട്, നമ്മുടെ വാഹനം, നമ്മുടെ ജോലി, ഇതിനെല്ലാം ഒരു അപ്ഗ്രഡേഷൻ ഉണ്ടാകാൻ വേണ്ടിയാണ് പലരും ദൈവഭാഗത്ത് വരുന്നത്. I am not telling that you must not think like that, because everybody, if you are doing a business, you would expect growth in that. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു വ്യവസായത്തിൽ ഏർപ്പെട്ട വ്യക്തി ലാഭം പ്രതീക്ഷിക്കുന്നത് തെറ്റാണെന്നല്ല. ലാഭം വ്യവസായത്തിൽ പ്രതീക്ഷിക്കാമോ ഒന്നാ. If I am doing a job in government, then I would expect promotion. ഞാനൊരു ജോലി ഗവൺമെന്റ് സ്ഥാപനത്തിൽ ചെയ്യുമ്പോൾ ഒരു പ്രൊമോഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. But that is not the only thing why we come to God. അതിനല്ല ദൈവം നമ്മളെ ദൈവഭാഗത്തേക്ക് ആക്കിയത്. God has transformed us to make us profitable to others. ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തി നമ്മുടെ ചരിത്രത്തെ മാറ്റി എഴുതിയത് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി മാറാനാണ്. See, this is totally in contrast with the worldly ഇത് principle. ലോകത്തിന്റെ സംസ്കാരത്തോട് ഘടകവിരുദ്ധമാണ്. The world will deal with you for their profit. ഈ ലോകം നമ്മളോട് ഇടപെടുന്നത് അവരവർക്ക് നേട്ടമുണ്ടാകുവാൻ വേണ്ടി സ്വാർത്ഥതയിലാണ് ഇടപെടുന്നത്. If anybody would do a business with you, he has in his mind his profit. ഒരു വ്യക്തി നിങ്ങളോട് ഇടപെട്ടാൽ, നിങ്ങൾക്കൊരു സഹായം ചെയ്താൽ അവരുടെ നേട്ടമാണ് അവരുടെ മനസ്സിൽ മുന്തി നിൽക്കുന്നത്. But here the Christian principle says that God has chosen you, God has called you to make you profitable to others. പക്ഷേ ക്രിസ്തീയ മൂല്യം എന്താണ് പറയുന്നത്? ദൈവം നമ്മളെ വിളിച്ചു, വേർതിരിച്ചു, തെരഞ്ഞെടുത്തു, കൃപയിൽ കൊണ്ടുവന്നു. എന്തിനു വേണ്ടി? മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി മാറാൻ. Are we profitable to others? നമ്മൾ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരാണോ? Dear men and women, the gospel can penetrate any society only if we are profitable to others. ഏത് സമൂഹത്തെയും സുവിശേഷം സ്വാധീനിക്കണമെങ്കിൽ സുവിശേഷം പേറുന്ന നമ്മൾ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി മാറണം. Look at the life of Mother Teresa. മദർ തെരേസയുടെ ജീവിതം ഒന്ന് നോക്കിയേ. Look at the life of Graham Stein. ഗ്രഹാം സ്റ്റെയിൻസിന്റെ ജീവിതം ഒന്ന് നോക്കിയേ. They were able to penetrate in midst of that society. സുവിശേഷത്താൽ സമൂഹങ്ങളെ, സംസ്കാരങ്ങളെ, നാടുകളെ അവർക്ക് സ്പർശിക്കാൻ കഴിഞ്ഞത് because their life was profitable to others. അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനകരമായി മാറി. Is our life profitable to others, or are we always thinking of how to receive profit? നമ്മൾ ഒന്ന് ഇരുത്തി ചിന്തിക്കണം. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനമായി മാറുന്നുണ്ടോ, അതോ നമ്മുടെ ലാഭത്തിന്റെ ഒരു ചിന്ത മാത്രമേ നമുക്കുള്ളൂ? If we want to be profitable to others, there will be loss for us. മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി മാറണമെങ്കിൽ നഷ്ടം നാം സഹിച്ചേ മതിയാകും. We will have to invest our time, our energy, our resources, everything. Then only we will be profitable for others. മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി മാറണമെങ്കിൽ നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ പണം, നമുക്കുള്ളതെല്ലാം വേർതിരിച്ചാൽ മാത്രമേ, നഷ്ടം സഹിക്കുവാൻ മനസ്സുണ്ടേൽ മാത്രമേ മറ്റുള്ളവർക്ക് പ്രയോജനമാകത്തുള്ളൂ. Nobody wants to invest their time, energy and resources to make others profitable. Rather, we want to earn profit for ourselves. ആരും മറ്റൊരാളെ പോഷിപ്പിക്കുവാൻ, പരിപോഷിപ്പിക്കുവാൻ, മറ്റൊരാൾക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കത്തില്ല. നമ്മുടെ പ്രയോജനവും നമ്മുടെ നേട്ടവുമേ മാനുഷികമായി നാം ചിന്തിക്കാറുള്ളൂ. But the Christian life is totally different than the worldly principles. ക്രിസ്തീയ ജീവിതവും ക്രിസ്തീയ മൂല്യവും ഘടകവിരുദ്ധമാണ്. Here Apostle Paul says that once he was unprofitable, but now he is profitable. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഒരിക്കൽ അവൻ ആയിരുന്നു, പ്രയോജനരഹിതനായിരുന്നു, ഇപ്പോഴോ അവൻ എല്ലാവർക്കും പ്രയോജനമുള്ളവനായി മാറി. One more thing and let me conclude. ഒരു വാക്കോടെ, ഒരു ചിന്തയുടെ പറഞ്ഞിട്ട് വാക്കുകളെ നിർത്താം. Verses 18. 18-ാം വാക്യം. Paul says like this in his letter. ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്. But if he has wronged you or owes anything, put that on my account. നിനക്ക് എന്തെങ്കിലും നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് കണക്കിടുവീൻ. Verse 19 says, I Paul am writing with my own hand,
I will repay. പൗലോസ്, ഞാൻ എൻ്റെ കരങ്ങൾ കൊണ്ട് എഴുതുന്നു, ഞാൻ അത് മടക്കിത്തരാം. See, there is a cost in Christian life. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വിലമുടക്കുണ്ട്. We all want to live a Christian life without any cost, but with profit. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു വിലമുടക്കുമില്ലാതെ ഇങ്ങോട്ട് ലാഭം കിട്ടുന്ന ഒരു ക്രിസ്തീയ ജീവിതം. That is where we are failing. അവിടാണ് നമ്മൾ തോൽവിയായി മാറുന്നത്. We want a church because we want to conduct a marriage. നമുക്കൊരു വിവാഹം നടത്താൻ വേണ്ടി നമുക്കൊരു സഭ വേണം. We want a church because if somebody dies, then there has to be somebody to bury them. നമ്മുടെ ആരെങ്കിലും മരിച്ചാൽ നമുക്ക് ഒന്ന് അടക്കാൻ വേണ്ടി ഒരു സഭ. We want a church because if there is a social function, we want 10 people to come there. നമുക്കൊരു സഭ വേണ്ടത് നമ്മളൊരു പരിപാടി നടത്തുമ്പോൾ 10 പേരെ കാണിക്കണ്ടേ. So even in coming to the church, we are thinking about our profit. നമ്മൾ സഭയിൽ വരുമ്പോൾ നമ്മുടെ ലാഭമാണ് നമ്മൾ ചിന്തിക്കുന്നത്. But here Paul says that for the restoration of Onesimus, Philemon, I am ready to pay for that. ഇവിടെ പൗലോസ് എന്താ പറയുന്നത്? ഒനേസിമോസ് യഥാസ്ഥാപനപ്പെടുവാൻ വേണ്ടി അതിനുള്ള ഏത് മുതൽ മുടക്കും നടത്തുവാൻ ഞാൻ സന്നദ്ധനാണ്. As ministers of God's word and as ministers of Christ, we should be able to pay for the restoration of others. ക്രിസ്തുവിന്റെ ദാസന്മാരെന്ന നിലയിൽ ദൈവദാസിദാസന്മാരായ നാം ഓരോരുത്തരും മറ്റൊരാളുടെ യഥാസ്ഥാപനത്തിന് വേണ്ടി മുതൽ മുടക്കുവാൻ മനസ്സുള്ളവരായിരിക്കും. Isn't this what Christ did for us on the cross? ഇതല്ലേ കാൽവരി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്. For our restoration, he paid a big price. നമ്മുടെ യഥാസ്ഥാപനത്തിന് വേണ്ടി എന്തൊരു മുതൽ മുടക്കാണ് ആ കാൽവരി ക്രൂശിൽ അവിടുന്ന് നടത്തിയത്. If Christ had not paid that big price on the cross of Golgotha, then we would not have been restored. അവന്റെ ജീവനെ, അവിടുത്തെ ജീവനെ മറുവിലയായി നൽകി ആ മുതൽ മുടക്ക് നടത്തിയില്ലായിരുന്നെങ്കിൽ നാം നാശത്തിലേക്ക് പാഞ്ഞു പോയെന്നെ. For the restoration of others, we are called to pay a price. മറ്റൊരാളുടെ യഥാസ്ഥാപനത്തിന് വേണ്ടി നമ്മൾ ഒരു മുതൽ മുടക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. Small things can make big changes. ഈ ചെറിയ കാര്യങ്ങൾ വലിയ മാറ്റങ്ങൾ, വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. Many a times I think I have said this, if you will just put your hand on somebody and encourage him or pat twice, that will make a change in that person's ഞാൻ life. എത്രയോ വട്ടം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു സഹോദരന്റെ തോളിൽ തട്ടി ഒന്ന് ആശ്വസിപ്പിച്ചാൽ, ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ ആ വ്യക്തിക്ക് അതൊരു വലിയ കാര്യമാണ്. If you call somebody to your house and give him a tea or give him a dinner, that will make a big change in that person's life. ഒരു വ്യക്തിയെ നിങ്ങളുടെ വീട്ടിൽ വിളിച്ച് ഒരു ഊണിനോ ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ വിളിച്ച് ആ വ്യക്തി ഒന്ന് സൽക്കരിച്ചാൽ, അതിന് സൽക്കാരം കാണിച്ചാൽ ആ വ്യക്തിക്ക് അതെന്തൊരു പ്രയോജനമാണ്. If somebody is sick, if somebody is depressed, if somebody is discouraged, if you would go to their house and say 2 minutes a word of prayer, that would make a big change in that man's life. രോഗിയായ വ്യക്തി, ദീനത്തിലിരിക്കുന്ന, ഭാരത്തിലിരിക്കുന്ന വ്യക്തിയുടെ വീട്ടിൽ പോയി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥന നടത്തിയാൽ, ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിക്ക് അതെന്തൊരു ആശ്വാസമാണ്. Paul says that I am ready to do anything for the restoration of Onesimus. ഒനേസിമോസിന്റെ യഥാസ്ഥാപനത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ സന്നദ്ധനാണ്. ഇതാണ് പൗലോസ് പറയുന്നത്. How can Paul say this? എങ്ങനെ പൗലോസിന് ഇത് പറയാൻ പറ്റുന്നത്? Because Paul has learned that through the life of Jesus. പൗലോസ് ഇത് കാൽവരി ക്രൂശിൽ പിടഞ്ഞു മരിച്ച തന്റെ ഗുരുനാഥനിൽ നിന്ന് പഠിച്ച പാഠമാണ്. Dear men and women of God, ദൈവദാസിദാസന്മാർ, our Christian life would be a waste നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു വട്ടപൂജ്യമാകും if we confine our Christian life to singing few songs or to listening only preaching. 2 പാട്ട് പാടി ഒരു നല്ല സന്ദേശം കേട്ട് വീട്ടിൽ പോയി സന്തോഷിക്കുന്നതാണെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വട്ടപൂജ്യമാണ്. There is no dearth in messages in our church. നമ്മുടെ സഭയിൽ സന്ദേശങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല. I have never seen any church that gives so much teaching. ഇത്ര വചനത്തിന്റെ പഠനങ്ങളുള്ള മറ്റൊരു സഭയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. That's something outstanding and which we must അത് വളരെ appreciate. ശ്ലാഘനീയമാണ്, ദൈവകൃപയാണ്. But if listening to the word of God is only an entertainment for us, നമുക്ക് വചന കേൾവി ഒരു വിനോദമായി മാത്രം മാറിയാൽ, if we do not bring that to the practical application, നമ്മുടെ പ്രായോഗിക ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക്, അതിനെ പ്രവൃത്തി തലത്തിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ, then it would not benefit us. അത് നമുക്കും ആർക്കും പ്രയോജനം ചെയ്യത്തില്ല. Letter of Apostle Paul
to Philemon on behalf of Onesimus teaches us a lot of things about Christian life. ഫിലെമോനോടുള്ള പൗലോസിന്റെ ഈ ലേഖനം ഒനേസിമോസിന്റെ പ്രതിപുരുഷനായി എഴുതുമ്പോൾ ഇത് നമുക്ക് ജീവിതത്തിൽ കൈക്കൊള്ളേണ്ടിയ ആഴമായ മൂല്യങ്ങളും പാഠങ്ങളും പകരുകയാണ്. I don't believe that suddenly we can all grasp this and to put it into practice. ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ടോ ഒറ്റ ദിവസം കൊണ്ടോ ഇതെല്ലാം പ്രായോഗികമാക്കാൻ പറ്റുമെന്നല്ല ഞാൻ പറയുന്നത്. But slowly if we make attempts, we will be able to reach the top. നമ്മൾ അല്പാൽപമായി ഇതിനു വേണ്ടി ഒരു മനസ്സ് കാണിച്ചാൽ, ശ്രമം നടത്തിയാൽ നമ്മുടെ സമീപനവും ജീവിതവും മാറി ഈ മൂല്യങ്ങൾ നമ്മുടെ മൂല്യങ്ങളായി മാറും. One step towards the goal will help us to reach slowly to that goal. ഓരോ കാൽവെപ്പ്, ലക്ഷ്യത്തിലേക്കുള്ള ഓരോ കാൽവെപ്പ് ആ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുവാനും അവിടെ എത്തുവാനും നമ്മളെ സഹായിക്കും. May God bless us with this word. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.